വെൽക്കം ടു പാറൂസ് വേൾഡ്. പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതും ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഉപ്പുമാവ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല തരിയോട് കൂടിയിട്ടുള്ള റവ എടുക്കുക. ഗോതമ്പ് നുറുക്കിൻ്റെ റവയായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നല്ല അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള റവ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി കൈയെടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണേ. റവ പെട്ടെന്ന് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് റവ ആയോ എന്നുള്ളത് എങ്ങനെ അറിയും? നല്ലൊരു വാസന വരും കേട്ടോ. ആ ഒരു സമയത്താണ് നമ്മൾ റവ എടുക്കേണ്ടത്. പിന്നെ നമ്മൾ റവ ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ച് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിയുന്ന ഒരു പരുവത്തിലെത്തും. അപ്പോൾ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റവ വറുത്തെടുത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തേ. ഇനി നമ്മൾ ഇതേ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. നമുക്ക് പാത്രം കഴുകാനൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടുകാർക്കൊക്കെ ചെയ്യാം കേട്ടോ. വാങ്ങിയ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ചൂടാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉഴുന്ന പരിപ്പാണ്. അപ്പോൾ ഉഴുന്ന പരിപ്പ് ഇട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഉഴുന്ന് പെട്ടെന്ന് പൊട്ടുമ്പോൾ തന്നെ നമ്മൾ കടുകിട്ട് കൊടുത്തോളാം, അല്ലെങ്കിൽ നമ്മുടെ ഉഴുന്ന് കരിഞ്ഞു പോയിക്കോളും. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സവോള, ഇഞ്ചി, കറിവേപ്പില, അതുപോലെ കുറച്ച് ഉണക്കമുളകും. അപ്പോൾ നമ്മുടെ ഉഴുന്നുപരിപ്പും കടുകും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അധികം വൈകിപ്പിക്കേണ്ട, നമ്മുടെ സാധനങ്ങളെല്ലാം പെട്ടെന്നെടുത്ത് തട്ടി കൊടുത്തോളൂ കേട്ടോ. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് ഒത്തിരി അങ്ങോട്ട് മൊരിയിച്ച് കളയൊന്നും വേണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. എന്തായാലും നമ്മുടെ ഇളക്കൽ പരിപാടി ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല മഴയൊക്കെയാണല്ലേ. രാവിലെ എണീക്കാൻ മടിയുള്ള കൂട്ടുകാർക്കൊക്കെ ഈ ഉപ്പുമാവ് അല്ലെങ്കിൽ നമ്മുടെ പുട്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ കറിയാണ് നമുക്ക് ചെറിയൊരു വിഷയം. അപ്പോൾ നമ്മുടെ വാചകത്തിനിടയ്ക്ക് നമ്മുടെ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ പലർക്കും വെള്ളം കൂടിപ്പോകുന്ന ഒരു പ്രശ്നമാകാറുണ്ടല്ലേ. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഇതുപോലെ വെള്ളം നമ്മൾ തളിച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നവരെയും എനിക്കറിയാം. അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ നമുക്ക് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കുക. അപ്പോൾ റവ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുമിച്ച് അങ്ങോട്ട് തട്ടിക്കൊടുക്കാതെ ഇതുപോലെ നല്ലൊരു പരന്ന പ്ലേറ്റിലാക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ടയൊന്നും കൂടാണ്ട് ഉപ്പുമാവ് കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ ആദ്യം മുഴുവനായിട്ടുള്ള റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കട്ടയൊന്നും കൂടാതെ നമുക്ക് ഉപ്പുമാവ് കിട്ടിക്കോളേ. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം കറക്റ്റ് ആയതുകൊണ്ടാണ് നമ്മുടെ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോയത് കേട്ടോ. റവയ്ക്ക് ഒരുപാട് വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു വെള്ളം ധാരാളം മതിയായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ആ വെള്ളം ഒന്ന് എത്തും വിധം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ തന്നെ മതി കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ചെയ്തോളണേ. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ഒരുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് തട്ടിപ്പൊതുക്കി വെക്കുക. കുറച്ച് നേരം നമ്മളൊന്ന് മൂടി വെച്ചാൽ മതിയേ, നമ്മുടെ ഉപ്പുമാവ് കറക്റ്റായിട്ട് വെന്ത് വന്നോളും. ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ കുഴഞ്ഞിട്ടൊന്നും അല്ലാതെ നന്നായിട്ട് ഉലർന്നിരിക്കുന്ന ഒരു ഉപ്പുമാവ് കണ്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം ഈ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഉപ്പുമാവ് കിട്ടേ. ഇനി നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ അതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മഞ്ഞ നിറത്തിലുള്ള ഉപ്പുമാവ് കിട്ടും. അപ്പോൾ നന്നായിട്ട് തേങ്ങയും കൂടെ യോജിപ്പിച്ച് കൊടുത്തപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബിഗിനേഴ്സായ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി സ്റ്റാറാവാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്